അവയവ തകരാറുകൾ മൂലം കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 4000-ഓളം ആളുകൾക്ക് മാത്രമേ അവയവങ്ങൾ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരിൽ 15% പേരും അവയവങ്ങൾ ലഭിക്കാത്തതിനാൽ ഓരോ ദിവസവും മരിച്ചു പോകുന്നു. 10 മിനിറ്റിൽ ഒരാൾ എന്ന ക്രമത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒട്ടനവധി രോഗികൾ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും അവയവങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നു. കേരള സർക്കാരിന്റെ പഠനപ്രകാരം 2000-ഓളം ആളുകൾ വിവിധതരം അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പേരും വൃക്കരോഗികളാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവയവദാനമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുകയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയമേവ ദാനം ചെയ്യുക വഴിയോ മാത്രമേ ഈ ഒരു വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ. മരണാനന്തര അവയവദാനത്തിന് ആളുകൾ തയ്യാറായാൽ, നിരക്കിനെ കുറിച്ച് എനിക്കറിഞ്ഞൂടാ, മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് ആളുകൾ തയ്യാറായി വന്നു കഴിഞ്ഞാൽ ഈ അവയവ കച്ചവടം സ്വാഭാവികമായിട്ടും നിന്നു പോകും. നമുക്ക് എന്തും പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് ടെൻഡൻസി ഉള്ള ഒരു മാർക്കറ്റും അല്ലെങ്കിൽ ഒരു സമൂഹ വ്യവസ്ഥയും അത് ലഭ്യമാകുന്ന ഒരു മാർക്കറ്റും ഉണ്ടെങ്കിൽ സാമ്പത്തികമുള്ളവർ എന്ത് ചെയ്യും? കുടുംബത്തിൽ നിന്ന് ഒരാളുടെ കൂടി ശരീരം കീറി മുറിക്കാൻ വേണ്ടി പോകത്തില്ല, മറ്റൊരാളുടെ കീറി മുറിച്ച് ചോദിക്കുന്ന പണം കൊടുത്ത് വാങ്ങുന്ന സ്ഥിതിയിലേക്ക് വരും. ഒന്ന്, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചുകൊണ്ട് വൃക്ക കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടും, എനിക്കറിഞ്ഞുകൂടാ, 5 ലക്ഷം കിട്ടുമെന്ന് പറയുന്നു. കരൾ കൊടുത്താൽ 25 ലക്ഷം കിട്ടുമെന്ന് പറയുന്നു. എന്തുമാവട്ടെ, ആ തുകയിലേക്ക് പോകുന്നെങ്കിൽ അവന്റെ സാമ്പത്തികമായ ഇല്ലായ്മയാണ് അവനെ അതുകൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഒരു തരത്തിലും. 3 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അവയവ കച്ചവടത്തിന് പറഞ്ഞുറപ്പിച്ചിട്ട് സർജറിയുടെ അന്ന് വൈകുന്നേരം, സർജറിയുടെ തലേദിവസമോ മറ്റോ 75,000 രൂപ കൊടുത്ത അനുഭവം എനിക്കറിയാം. അപ്പം ഇതിനകത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് നല്ല ബന്ധമുള്ള എന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളെ എന്താ ഞാൻ പറയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ഇത് ഈ അവയവം കൊടുക്കുവാനിടയായ കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഹാർട്ട് പേഷ്യന്റാണ്. അയാളുടെ സർജറി ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കുട്ടി ഇത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളൊരു അവയവ കച്ചവടത്തിന്റെ മേഖലയിലേക്ക് അത് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഞാൻ പല മീറ്റിംഗ് ഞങ്ങളുടെ സംഘടനയിലൊക്കെ അറിയാം ആളെക്കുറിച്ച് മീറ്റിംഗുകൾ ഞങ്ങൾ പറയാറുണ്ട്. ഇത് ഏറ്റവും അവയവദാനത്തിന്റെയും പാരമ്പര്യം നിൽക്കുന്ന ഒന്നാണ്. സ്വന്തം ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുട്ടി അവയവം കൊടുക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവയവം കൊടുക്കുകയല്ല ചെയ്യുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിന് സർജറി ആവശ്യത്തിന് വേണ്ടി അവയവം കൊടുത്തിട്ട് ആ പണം കൊണ്ട് സർജറിക്ക് പോകാൻ വേണ്ടി അതിൽ നിന്ന് ചീറ്റ് ചെയ്ത സംഭവം എനിക്കറിയാം. സർജറി കഴിയുമ്പോൾ കൊടുക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? സർജറിക്ക് മുമ്പ് ആരും മുഴുവൻ കാശ് കൊടുക്കത്തില്ല ഈ മറ്റേ ഇതിനകത്ത് നടക്കുമ്പോൾ. കാരണം എന്താണെന്നറിയോ? കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അപ്പൊ നിയമപരമല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മള് ഈ ഇല്ലീഗലായിട്ട് നടക്കുന്ന ഏതൊരു വ്യാപാരത്തിനുള്ള ഒരു റിസ്ക് ഈ മേഖലയിലുണ്ടല്ലോ. അപ്പം നമ്മൾ 5 ലക്ഷം പറഞ്ഞ് 5 ലക്ഷവും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരിതുമായിട്ട് രാവിലെ ഡോക്ടർ പറയുവാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ബെന്നി പറഞ്ഞിട്ട് വന്ന, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ബെന്നി തോമസ്. ഞാൻ എന്റെ ലിവറിന് പങ്കിട്ട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം, ധൈര്യമായിട്ടിരിക്കുമ്പോൾ എന്റെ തോളിൽ തട്ടുകയറ്റം ചെയ്തു. അപ്പൊ ഞാൻ എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്ക് ഈ ജന്മത്തിൽ ഇത് ഇങ്ങനെ ഒരു ചെയ്യാനാണ് എന്റെ നിയോഗം പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് ഡോക്ടേഴ്സിന്റെ നല്ല ഇപ്പൊ ലേക്ക് ഷോറിലാണെങ്കിൽ ഡോക്ടർ റോയ് മുക്കാട ഡോക്ടർ അദ്ദേഹത്തിന്റെ എല്ലാം സഹായം കിട്ടിയിരുന്നല്ലോ. വളരെ ആത്മാർത്ഥമായിട്ട് ചികിത്സയെ സംബന്ധിച്ച് ഞാൻ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം അവിടെ കയറി ചെന്നപ്പോൾ പുള്ളി വളരെ ഇതായിട്ട് അത്ഭുതപ്പെട്ട് നോക്കി. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ആ നോട്ടത്തിന്. ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ അമൃതായിട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഇപ്പൊ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സാറ് എങ്ങനെ ലിവറിന് സംഘടിപ്പിച്ചെന്നെല്ലാം ചോദിച്ചപ്പോൾ അതും സാറിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരാള് അന്ന് ദൃശ്യമാധ്യമങ്ങളിലും പത്രത്തിലും എല്ലാത്തിലും ഭയങ്കര ന്യൂസ് ഉണ്ടായി. ഒരു പരിചയമില്ലാത്ത ഒരാള് ഇങ്ങനെ ലിവർ തരുന്ന അന്നത്തെ വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം പിന്നീട് അപൂർവമായിട്ട് ഒരു പരിചയമില്ലാത്തവരെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കൂടുതലും ഈ അന്തരിച്ചു പോയ ആളുകളുടെ ശരീരത്തിൽ നിന്നുള്ളതായിരുന്നു. ജീവിച്ചിരിക്കെ ലിവർ തരുന്ന ആദ്യത്തെ ഒരു കേസായിരുന്നു
ബെന്നിയുടെന്ന് ഞാൻ കരുതുന്നു. അത് എല്ലാം തന്നെ ഈശ്വരന്റെ കടാക്ഷങ്ങൾ കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് ജീവൻ തന്നെ എനിക്കങ്ങനെ നിലനിർത്തുന്നതാണ്. അപ്പൊ എപ്പോഴും എന്റെ വിശ്വാസം ഈശ്വരനെ വിശ്വസിക്കുക, നമ്മൾ സത്യസന്ധമായി പ്രവർത്തിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാവുന്ന ചെയ്യുക. അമ്മാതിരി കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമുക്ക് മോക്ഷത്തിനും രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഈശ്വര ചിന്ത. അത് ഏത് ജാതിയോ ഏത് മതമോ എന്ത് തന്നെ ആയാലും വിശ്വാസം അത് നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. 2013 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് സർജറി. 2013 ഏപ്രിൽ മാസം 22-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് ഞങ്ങള് ചെമ്മനാട്ടിൽ നിന്ന് പോകുന്നു. അപ്പൊ പോയിട്ട് ഞങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ പിന്നെ ഞങ്ങളെ പ്രത്യേകിച്ച് അവരവിടെയുണ്ട്. അവിടെ പോയി അന്ന് വൈകുന്നേരം 2 ഡോക്ടർമാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നുണ്ട്. പേഷ്യന്റിന്റെയും ഡോണറുടെ കൂടി ഒരുമിച്ചിരുന്നിട്ട് അവർ വീഡിയോ കോൺഫറൻസ് മീൻസ് നമ്മൾ പറഞ്ഞ രീതിയിലല്ല, നമ്മൾ അവിടെ നടത്തുന്ന കോൺഫറൻസ് പൂർണ്ണമായ ഒരു വീഡിയോയിലാക്കിക്കൊണ്ട് അവര് നമുക്ക് തരേണ്ടതെല്ലാം തന്നിരിക്കുന്നുള്ളതിന്റെ എവിഡൻസ് അവർക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അതിന്റെ റിസ്ക്കും മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാം പറയണം. അപ്പം പേഷ്യന്റിനോട് എന്നെ കേൾക്കാൻ പേഷ്യന്റിനോട് പറയണം, നിങ്ങളുടെ അവസ്ഥ ഇതാണ്, നിങ്ങൾ രക്ഷപ്പെടുവാനുള്ള സാധ്യത 60% താഴെയാണ്, ഇന്ന ഫാക്ട് നിങ്ങൾക്കുണ്ട്. അവയവം ബെന്നിയുടേത് ഓക്കെയാണ്, എല്ലാം കൊണ്ടും പോലും പ്രഷർ കൂടുതലുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് കിട്ടിയാലും ഒരു പക്ഷേ നിങ്ങൾ മരണപ്പെട്ടു പോയേക്കാം, അതിനുള്ള സാധ്യത ഇത്രയാണ് എന്ന് ഓപ്പണായിട്ട് പറയണം. അവരുടെ ഏറ്റവും അടുത്ത 2-3 ബന്ധുക്കൾ, എന്നോടൊപ്പം എന്റെ വൈഫ്. അപ്പൊ ഞാൻ ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത ഡയലോഗ് എന്നോടാണ് പറഞ്ഞത്, ബെന്നി ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ബെന്നിയെ സംബന്ധിച്ച്, ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ സാധ്യത എന്നുവെച്ചാൽ ഈ കരള് മുറിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. കരള് മുറിക്കപ്പെടുമ്പോൾ ചുരുക്കം ചില ആളുകളിൽ അവരുടെ ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് ബ്ലീഡിങ് നിൽക്കാതെ വരും. അങ്ങനെ ബ്ലീഡിങ് തുടർച്ചയായിട്ടും ഞങ്ങളുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് അത് പോയാൽ അവിടെ മരണം തന്നെ സംഭവിക്കും എന്ന് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ ഒളികണ്ണിട്ട് എന്റെ ഭാര്യ ഒന്ന് നോക്കിയപ്പോ ആളൊന്നും ഞെട്ടി. ഇതിനു മുമ്പ് ഇതിന്റെ അപകടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊന്ന് കേട്ട് കഴിഞ്ഞപ്പോ ആളൊന്ന് ഒരു ഞെട്ടലോട് കൂടി അത് ഞാൻ കണ്ടപ്പോ ഞാൻ കണ്ടില്ലെന്ന് തന്നെ നടിച്ചു. എനിക്ക് ഉറങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഉറങ്ങി 7 മണിക്ക് 6:30 മറ്റോ എണീക്കണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എണീറ്റു. അപ്പൊ അവരെന്റെ കാര്യങ്ങൾ തന്നെ റെഡിയാക്കി 7 മണിക്ക് തന്നെ വരിക. പിന്നെ എനിക്ക് സർജറി ടേബിളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു വലിയൊരു എങ്ങനെ കൊടുക്കേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പൊ എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആലോചിച്ച് എത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ അറിവിലേക്ക് വരുന്നുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പൊളിറ്റിക്സിന്റെ ഒരു പാരമ്യത, അതിന്റെ ഒരു അപകടകരമായ അവസ്ഥ ഞാൻ ഇവിടുത്തെ പറഞ്ഞിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മേ ബി അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ആശങ്കപ്പെട്ടത്, അത് എന്റെ കുടുംബത്തെ എങ്ങനെ ആളുകൾ ഏത് രീതിയിൽ ടോർച്ചർ ചെയ്യുമെന്നതിനെ കുറിച്ച് എനിക്കൊരു അങ്ങനെ ഒരു ആശങ്ക മാത്രമേ എനിക്ക് തോന്നി. ആ തോന്നൽ പിന്നീട് ഒരിക്കലും കൂടി ബലപ്പെടുകയും ചെയ്തു സർജറിക്ക് ശേഷം. ഒരു ഘട്ടത്തിൽ എനിക്ക് എന്തോ വലിയ പ്രോബ്ലത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി സർജറി കഴിഞ്ഞിട്ട് ICU കിടക്കുമ്പോൾ. അപ്പൊ ഇവര് വലിയ ഓട്ടം, നമ്മള് സിനിമകളിലൊക്കെ കാണുന്ന പോലെ വലിയ ഓട്ടവും ആശങ്കപ്പെട്ട് അങ്ങോട്ട് ഓടുന്നു, ഡോക്ടർമാർ ഓടി വരുന്നു, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എന്താ കാര്യമായി സംഭവിക്കാൻ വേണ്ടി ഇപ്പൊ സർജറി കഴിഞ്ഞു. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു. എന്നോട് ശ്വാസം എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ശ്വാസം എടുക്കുന്നെങ്കിലും പോരാ, ഇനി എടുക്കുന്നൊക്കെ പറയുന്നത് ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് പിടിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് കാര്യമായിട്ടെന്തോ പോയി. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ ശ്രീമതിയുടെ കാര്യം എന്തായിരിക്കും, ആളുകൾ ഇവിടുന്ന് ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നല്ല രീതിയിൽ ഞാൻ പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പേടിച്ചത്, എന്റെ കുടുംബത്തെ എങ്ങനെ ആളുകൾ കൈകാര്യം ചെയ്യുമെന്ന് മാത്രം ഞാൻ പേടിച്ചു. പൊളിറ്റിക്സിലൊക്കെ നടക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൂടെ ചെറിയ ചെറിയ സാമൂഹിക പ്രവർത്തനങ്ങളാവുമ്പോഴും പക്ഷെ ആരെന്തൊരു സഹായം വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ പറ്റുന്ന തരത്തിൽ അത് പരമാവധി ചെയ്യാൻ പറ്റുന്നതാണ് പരമാവധി അത് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് എനിക്ക് അന്ന് മുതൽ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. എന്ത് സഹായം ചെയ്താലും അത് ചോദിച്ചാലും അത് നമ്മളെ പറ്റുന്ന വിധത്തില് അത് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന്. പൊളിറ്റിക്സിലൊക്കെ നടക്കുന്നുണ്ടും സാമൂഹ്യ പ്രവർത്തനങ്ങൾ പിന്നെയും ചികിത്സാ സഹായങ്ങളാണെങ്കിലും
മുഖ്യമന്ത്രിയുടെ ധനസഹായമാണെങ്കിലും ഒത്തിരി പേർക്ക് വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മളെ പറ്റുന്ന പോലെ പുള്ളിയെ പറ്റുന്ന പോലെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഇതാണ് ഞാൻ അന്ന് മുതൽ കണ്ടിരിക്കുന്നത്. അത് ആര് ചോദിച്ചെന്ന് പറഞ്ഞാൽ അതിലൊരു നഷ്ടമോ ഒന്നും നോക്കുകയില്ല. അവർ ചിലപ്പോ ഒരു 150 ഫോൺ കോൾ വിളിച്ചിട്ടായിരിക്കും ഒരു കാര്യം ചെയ്ത് ചിലപ്പോൾ കൊടുക്കുന്നത്. അതിൽ ആ ഒരു നഷ്ടമോ അങ്ങനെ ആ നഷ്ടത്തെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് ഞാനും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളൊരു മനുഷ്യർക്ക് ഒരു ഇത് ചെയ്തു കൊടുക്കുമ്പോഴത്തേനും അയ്യോ അത് അത്രയും പോയില്ല, എന്തിനാ അതങ്ങനെ ചെയ്തേ, അങ്ങനെയൊന്നും ഞാനും ചോദിക്കാറില്ല. പിന്നെ എനിക്കാണേലും അതുപോലെ തന്നെ നമ്മുടെ ഒരു വാക്കുകൊണ്ടാണ് ഒരു മനുഷ്യനൊരു ഉപകാരം കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്നൊരു രീതിയാണ് എനിക്കും. മനുഷ്യരെല്ലാവരും ഒരുപോലെ നന്നായി പോട്ടെ. അപ്പൊ നമുക്ക് എപ്പോഴും പൈസ കൊടുത്ത് ചിലപ്പം സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളോട് വാങ്ങിയിട്ടാണേലും നമ്മളൊരാൾക്കൊരു സഹായം വാങ്ങിക്കൊടുക്കാനൊരു മനസ്സാണ് ഞങ്ങൾക്ക്. പുള്ളിയെ പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം ചെയ്യുന്നത്. ആരും ഈ നശിച്ചു കിടക്കുന്ന കാണുന്ന ഒരു പ്രകൃതം അത് ഇഷ്ടമില്ല. നമ്മുടെ അയൽവക്കത്താണെങ്കിലും ഇച്ചിരി വെച്ചാൽ അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. എവിടെയെങ്കിലും രോഗികളുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. ഇപ്പം നമ്മൾ YMCA പ്രവർത്തിക്കുന്നുണ്ട്. YMCAയിലാണെങ്കിലും ഇങ്ങനെ രോഗികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പണമൊക്കെ സമാഹരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മളെ പറ്റുന്ന വിധത്തിൽ. അപ്പം പിന്നെ നമുക്ക് ഇത് എന്ന് പറയുന്നത് ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത, കുറെ പേര് ചെയ്യുന്നുണ്ട് എങ്കിലും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ജീവൻ പണയപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അത്രയും കൊണ്ട് എല്ലാരും അഭിനന്ദിച്ചത് പുള്ളിയല്ല, എന്നെയാണ് അഭിനന്ദിച്ചത്. ഒത്തിരി പേര് തന്നെയാണ് അഭിനന്ദിച്ചത്. കാരണം പുള്ളി സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ലെന്നും പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം അഭിനന്ദന പ്രഭാവമായിട്ട് വന്നിട്ടുണ്ട്. എന്നിലേക്കാണ് വന്നത് കൂടുതൽ. അപ്പോഴെന്നെ വീട്ടിൽ ചോദിച്ചു, നിനക്ക് പേടിയില്ല, നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതൊന്നും പിന്നെ വലിയ കാര്യം വെച്ചു. ഇവിടെ ചാച്ചനും അമ്മച്ചിയൊക്കെ അവരൊക്കെ ഒരു ഇച്ചിരി വലുതായി. എന്നാലും പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെയാ നമ്മൾ ചെയ്യുന്ന ഇങ്ങനൊരു ലോകത്തിലെ ആർക്കും ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയതൊക്കെ ഞങ്ങൾ പോയി ചെയ്തു. കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇതിനകത്ത് വലിയൊരു അപകടം മറുവശത്തുമുണ്ട്. കുറെ നിയന്ത്രണങ്ങൾ വേണം, ആവശ്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് നമ്മൾ ഒഴിവാക്കുന്ന നമ്മൾ പല ഒരാളുടെ കാര്യത്തിൽ നമ്മുടെ പേഷ്യന്റിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ സാമൂഹികമായിട്ടൊരു മറുവശമുണ്ട്. നമ്മൾ എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവയവ മാഫിയ കേരളത്തിൽ വളരെ സജീവമാണ്. നമ്മൾ ഒരു പേപ്പർ കുറയ്ക്കുമ്പോൾ അവർ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവർക്ക് അത്ര സൗകര്യം കൂടും. അപ്പൊ അതുകൊണ്ട് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഇതിന്റെ രണ്ട് വശങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം. പിന്നെ ഇതിനകത്തൊരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു അവയവ സ്വീകർത്താവാണെങ്കിൽ അത് ഞാൻ പേഷ്യന്റ് ആണെങ്കിൽ ചെറിയ റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് ചെയ്യും. അപ്പോൾ ഒരു കഴിയാവുന്ന കുറച്ച് പേപ്പറുകൾ കുറയ്ക്കുന്നതിനകത്ത് നല്ലത് തന്നെ. പക്ഷെ 130-ലധികം പേപ്പർ എനിക്ക് എന്റെ അറിവ്, എനിക്ക് അതിനകത്ത് വ്യത്യാസം എനിക്ക് അറിഞ്ഞൂടാ. അതിൽ നിന്നാണ് ഇപ്പോൾ 30ഓളം സർട്ടിഫിക്കറ്റുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ വിശ്വസിക്കുന്നത് അവയവദാന രംഗത്ത് നമുക്ക് നടത്തേണ്ടത് മരണാനന്തര അവയവദാനത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അപ്പോൾ ജീവിച്ചിരിക്കുള്ള അവയവദാനത്തിന്റെ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ആ മേഖലയിൽ വരുന്നില്ല. എന്റെ അറിവിൽ വളരെ ചുരുക്കമെങ്കിലും കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കപ്പെടുന്ന പലപ്പോഴും കുറെ നാളുകൾക്ക് ശേഷമാണ് പുറത്തറിയപ്പെടുന്നത്. ആരെങ്കിലും ഒരാൾ കൊടുത്ത ഒരാൾ വാങ്ങിച്ചു അല്ലെങ്കിൽ കിട്ടിയ തുക കുറഞ്ഞുപോയി, അത് തർക്കത്തിലേക്കൊക്കെ വന്നതിന് വേണ്ടിയാണ് പലപ്പോഴും പുറത്തറിയപ്പെടുന്നത്. അവയവ കച്ചവടം നല്ല രീതിയിൽ കേരളത്തിൽ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ ഒരു വസ്തുവിന്റെയും പേര് പറയത്തില്ല, പക്ഷെ വളരെ പ്രസിദ്ധമായ ചില ആശുപത്രികളിൽ അത് തന്നെ നടക്കുന്നുണ്ട് എന്നും പറയാതെ പോവുക തരമില്ല. നമുക്കത് അവയവങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മരണാനന്തര അവയവദാനം അത് ഫലവത്തായ രീതിയിൽ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ അവയവങ്ങൾ പുറത്ത് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാനുണ്ടെങ്കിൽ പിന്നെ എന്തിന് പണം കൊടുത്ത് ഇതിന്റെ പുറകെ പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും അതില്ലാതാക്കപ്പെടും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിനോടൊപ്പം അവരെ കൂടി സഹായിക്കാൻ, അവരുടെ കുടുംബങ്ങളെ, മരണാനന്തര അവയവദാതാക്കളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും പദ്ധതി കൂടി ഗവൺമെന്റ് നടപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ പലപ്പോഴും ഒന്നുമില്ലാത്തടത്ത് ഒത്തിരി അനുഭവങ്ങൾ നമുക്കറിയാം. ഒരു കുടുംബം ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ കുടുംബ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മകനോ ഒരു മകളോ ഒക്കെ ഉള്ളിടത്തായിരിക്കും ചിലപ്പം ആ കുട്ടി മരണപ്പെട്ടു പോകുന്നത്. എന്നുവെച്ചാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളുമായിട്ടാണ് ഇല്ലാതായി പോകുന്നത്. അപ്പം അവിടെ ഒരു സഹായം ഗവൺമെന്റ് ചെയ്യുന്നതിനകത്ത് കാര്യം എല്ലാവർക്കും കൊടുക്കണമെന്നല്ല പറയാം.
അവയവം കൊടുത്താൽ അവർക്ക് ഇത്ര പണം കൊടുക്കും എന്ന രീതി മാറിയിട്ട് അർഹതപ്പെട്ട ആളാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മരണാനന്തര അവയവദാനം മാത്രം, ജീവിച്ചിരിക്കുക അവയവദാനത്തിൽ നമ്മൾ ഒരിക്കലും അത് പറയത്തില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. സൈമൾട്ടേനിയസിലാണ് മറ്റത് മാറ്റിവെക്കലായിട്ടാണെന്ന് അവര് പറയുന്നത്. അപ്പൊ ആദ്യമേ അകത്തേക്ക് കയറി കഴിഞ്ഞ് കുറെ ഡോക്ടേഴ്സെല്ലാം സംസാരിച്ചിട്ട് ഇതിവിടെ കണ്ട ഒരു ചെറിയ സൂചി കയറ്റി, പിന്നെ എനിക്ക് അറിവില്ല. അപ്പൊ സാധാരണ നമ്മൾ സഡേഷനുള്ള ഞരമ്പിൽ കൂടി എന്നല്ല ഇവിടെയും കണ്ടുവഴിയാണ് ചെയ്തത്. ചെയ്തു കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ICU കിടന്ന് അങ്ങനെ ബോധം പിറ്റേ ദിവസം ബോധം വീഴുന്നു. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ മെയിൽ നേഴ്സുമാരാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് കുറെ നേരമായല്ലോ, എന്താ എന്റെ ഓപ്പറേഷൻ നടത്താത്തതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് 2ാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴാ എനിക്ക് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അതും കഴിഞ്ഞ് ഇങ്ങനെ ശരീരത്തെ മുഴുവൻ ഒത്തിരി കുഴലുകളാണ്, മൂത്രം പോകാനോ അതുപോലെ ഇവിടുന്ന് അകത്തുനിന്ന് ഈ ബ്ലഡും മറ്റു അംശങ്ങളും എല്ലാം ഇങ്ങനെ ഒത്തിരി കൊള്ളികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രഷറും അതുപോലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഓരോ പേഷ്യന്റിന് വേണ്ടി ആ സംവിധാനം സമ്മതിക്കണം. അതെല്ലാം ചെയ്തതിന് ശേഷം ആണ് അടുത്ത തന്നെ ഒരു വീട് ഞങ്ങൾ വാടക ഏറ്റവും അടുത്ത് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നാലും എന്തായാലും ഇത്രയും ചെലവല്ല, ആ കൂട്ടത്തിൽ ആ കോസ്റ്റ്ലി ആണെങ്കിലും പെട്ടെന്ന് ഓടി വരാൻ പറ്റുമായിരുന്നു. അങ്ങനെ എല്ലാം ഓരോ ദിവസം ഒരു ഈ 2 സൈഡിൽ നിന്ന് ഓരോ കുഴലിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു ചുവപ്പ് കലർന്ന ഈ ഫ്ലൂയിഡ് വരും, അതെടുത്ത് അളക്കും. അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നു, തീർന്നു. അപ്പൊ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു. രാത്രി കഴിഞ്ഞപ്പോ ഞാൻ മിസ്സിനെ പറഞ്ഞു, നേരമായിട്ട് ലൈറ്റ് ഇട്ടേ, എന്റെ വയറിന്റെ ഇവിടെ നിറയെ വെള്ളം പോലെ, മുഖം മുഴുവൻ ബ്ലഡാ. പെട്ടെന്ന് തന്നെ വിളിച്ചാൽ ഉടനെ കാർ അവിടെ നിന്ന് വരും. അതിൽ കയറി അവിടെ ചെന്ന് പിന്നെ ഒരാഴ്ച അതിനു വേണ്ടിയുള്ള ശ്രമം ഒത്തേ. അപ്പൊ പരീക്ഷണങ്ങൾ കുറെ ഇങ്ങനെ നമ്മൾ അപ്പോഴേ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്നും മനസ്സ് പതറരുത്. ഒന്നാമത്തെ കാര്യം ഏതിനായാലും എന്തായാലും ഈശ്വരൻ രക്ഷിച്ചല്ലേ, അദ്ദേഹം തന്നെ നമ്മളെ കാക്കും എന്നുള്ളൊരു വിശ്വാസം മനസ്സിന് നമുക്ക് ബലം നൽകും. കേരളത്തിൽ നടക്കുന്ന ലൈവ് ഡൊണേഷനിൽ അതൊരു കണക്കാണ്. ഒരു 80% കുടുംബങ്ങൾ നടക്കുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുമല്ലാതെ അതിനകത്ത് അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം 70-60-70% നടക്കുന്നത് മറ്റ് മതസ്ഥർ തമ്മിലുള്ള അവയവ കൈമാറ്റമാണ്. ഞങ്ങൾ ജോർജ് സാർ ചെയ്തിരിക്കുന്നത് മൊയ്തീന് വേണ്ടിയിട്ടാണ്, ഞാൻ കൊടുത്തിരിക്കുന്നത് ശശിധരന് വേണ്ടിയിട്ടാണ്, അജിത്ത് കൊടുത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ടുണ്ട് നമ്മുടെ ബെനഡിക്റ്റ് ഷാരോണിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരുത്തരും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ലൈവ് ഡൊണേഷൻ പ്രത്യേകിച്ചും ഇങ്ങനെ അവയവദാനം നടന്നിരിക്കുന്നത് കൂടുതലും മറ്റ് മതങ്ങളിലേക്കാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്, മതേതരത്വത്തിന്റെ വലിയ മാതൃകയായിട്ട് പ്രചരിപ്പിക്കപ്പെടേണ്ടതായിട്ട്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അത് ഞങ്ങൾ ചെയ്യുന്നതിന് അതൊരു പരിധിയുണ്ട്. എങ്കിൽ പോലും അതുണ്ട്. വലിയ രീതിയിലുള്ള ആ ഒരു രക്തബന്ധമില്ലാത്തവർ കൊടുക്കുമ്പോൾ അത് പലപ്പോഴും അന്യമതത്തിൽപ്പെട്ടു. എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ നീ കൊടുക്കാനെല്ലാം തീരുമാനിച്ചു, എന്നാ പിന്നെ ഒരു ക്രിസ്ത്യാനിക്ക് കൊടുത്തുവരെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അതിനകത്ത് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്നല്ല നോക്കിയത്, അർഹതപ്പെട്ട ഒരാളിലേക്ക് എന്ന് മാത്രം ചിന്തിച്ചുള്ളൂ. എന്നോട് മറ്റു ചിലർ ചോദിച്ചു, എന്നാ പിന്നെ അത്രയും പ്രായമുള്ള ആൾക്ക് കൊടുത്തത് ചെറുപ്പക്കാരന് കൊടുത്തുകൂടെ? അപ്പൊ ഇതൊക്കെ സമൂഹത്തിന്റെ നെഗറ്റീവ് ചിന്താഗതി എന്നതിനെ കവിഞ്ഞ് ഞാൻ അതിനകത്ത് അർത്ഥം കണ്ടിട്ടില്ല. അതിനകത്തൊരു കാര്യമില്ല. അപ്പൊ ഒരു അപകടം ഉണ്ടാകുന്നവർക്ക് നമ്മുടെ നമ്മൾ പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചീയപ്പാറയിൽ ഒരു ബസ് അപകടം ഉണ്ടായി. നമ്മളിപ്പോ സാന്ദർഭികമായിട്ട് നമ്മളവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഞാനോ നിങ്ങളോ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ ജീവന് വേണ്ടി കേഴുന്ന ആളിനെ നോക്കുന്ന നമ്മുടെ പ്രായവും സൗന്ദര്യവും നോക്കിയിട്ടാണ് ആളെ കോരിയെടുക്കുക. നമ്മളപ്പോ ആദ്യം നമ്മുടെ മുന്നിലേക്ക് നീളപ്പെടുന്ന കൈ അയാളെ രക്ഷിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതിനും കുറ്റപ്പെടുത്തുന്നതാണ് സമൂഹത്തിന്റെ ഒരു നെഗറ്റീവ്. നമുക്ക് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ്. നമുക്ക് പരോപകാരം ചെയ്യാനുള്ളതാണ് ശരീരം. അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആ ശരീരം കൊണ്ടും ചെയ്യാൻ വേണ്ടി കഴിയുന്ന വലിയ പരോപകാരമാണ്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയാത്ത ആ വലിയ പരോപകാരം ചെയ്യാൻ വേണ്ടിയുള്ള വലിയ അവസരമാണ്. അത് ചെയ്തുകൊണ്ട് അത് പലപ്പോഴും ഇപ്പം മരണാന്തര അവയവദാനം നടക്കുന്നത് കൂടുതൽ നടക്കുന്നുണ്ട്. കാരണം അവിടെ ജാതി നോക്കി മതം നോക്കിയല്ല, ഏറ്റവും അർഹതപ്പെട്ട ആളിലേക്കാണ് പെട്ടെന്ന് അവയവങ്ങൾ എത്തിച്ചേരുന്നത്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ എയർ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്പൂതിരി, അദ്ദേഹത്തിന്റെ ഹൃദയം മിടിക്കുന്ന ഒരു ക്രിസ്ത്യാനിയിലാണ്, മാത്യു അച്ചാടലിലാണ് ഹൃദയം മിടിക്കുന്നത്. അതുപോലെ ഈ അവയവദാനം ശരിക്കും എന്താ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ പോരാടുന്നത്, എന്തിനു വേണ്ടിയാണോ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതല്ല
നമ്മുടെ ശരീര അവയവങ്ങൾ മറ്റ് 5-6 പേരിലേക്ക് പോകുന്നു, അന്യമതസ്ഥരിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇടവന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കാണ് അതിനകത്ത് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ സംഘടനകൾ, ചെറിയ വ്യക്തികൾ, ഞങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിന് പരിമിതമായ ആളുകൾ ഉണ്ടാവുകയുള്ളൂ, പറയുന്നത് ചുരുങ്ങിയ ഒരു ആൾക്കൂട്ടത്തിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. നിങ്ങൾ പറയുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരും. അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. ഈ 2 കാര്യങ്ങളും മരണാനന്തരം മറ്റേ ഈ അവയവദാന രംഗത്തുള്ള മതേതരത്വവും സ്ത്രീകൾ കൂടുതൽ അവയവദാതാക്കളായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ. ഈ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള ഡോണേഴ്സ് അസോസിയേഷൻ അവരതിന് നല്ല പ്രൊപ്പഗാൻഡ കൊടുക്കുന്നുണ്ട്. അതിന് ഫാദർ ഡേവിസ് ചെർമേലും ചിത്തപ്പള്ളി അദ്ദേഹം എല്ലാം വളരെ വളരെ ഇതിനുവേണ്ടി എല്ലാ ഫംഗ്ഷനുകളിലും അദ്ദേഹം എല്ലാം വന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ഫംഗ്ഷനും വളരെ ആ ചെലവേറിയ ആ ഫംഗ്ഷന് ചെലവ് വരെയല്ല അദ്ദേഹം വഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള സന്മനസ്സുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അവരുടെ എല്ലാ സേവനം കൊണ്ടാണ് ഓരോ വർഷവും വിപുലമായ തോതിൽ അതിന്റെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി നമ്മുടെ രാഷ്ട്രീയ മന്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളോ അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പൊ അവരുടെ എല്ലാം അനുഗ്രഹങ്ങളും എല്ലാം അതുപോലുള്ളവരുടെ അനുഗ്രഹം ഉണ്ടായാൽ ഈ പ്രസ്ഥാനം വളരെ വളരെ വിപുലമായി പെട്ടെന്ന് വരുമെന്ന് തന്നെ എന്റെ വിശ്വാസം. അത് വരേണ്ടതാണ്. ചേട്ടന് നമ്മള് വളരെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരുന്നു. ഒരു ഇൻഫെക്ഷനും വരാതെ എത്രയും ശ്രദ്ധിച്ചിട്ടും നമുക്ക് പണി കിട്ടി. അത് ഒന്നും ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ നീറ്റായിട്ടും എല്ലാം ഇതിൽ തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ പല രാത്രികളിലും ചേട്ടൻ പനി വരും. അപ്പോഴൊക്കെ നമ്മൾ ഈ ഉറപ്പൊഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ ഉടനെ നേഴ്സിനെ വിളിക്കലും എന്താണ് എന്നുള്ളത് ചെയ്യലും. അങ്ങനെ മരുന്നുകൾ ഇപ്പോൾ ചിലപ്പോൾ അവർ തന്നെ ഗുളിക ചിലപ്പോൾ അടുത്ത റൂമിൽ കൊടുക്കേണ്ടത് ഇവിടെ കൊണ്ടുവന്ന കേസ് ഉണ്ടായിട്ടുണ്ട്, അമൃതയിൽ വെച്ചുണ്ട്. പക്ഷെ അത് നമ്മൾ ഓരോ മരുന്നും നോക്കിയിട്ട് തന്നെ അപ്പോൾ ഇതല്ലല്ലോ സിസ്റ്ററെ കൊടുക്കേണ്ടത് വേറെ. അപ്പോൾ അയ്യോ അത് മറ്റേ 301 പേഷ്യന്റിനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ നമ്മൾ കെയർഫുള്ളായിട്ട് എപ്പോഴും ഉറപ്പൊളിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. എപ്പോഴെന്താണ് എന്നുള്ളത് ഓരോ മിനിറ്റും നമ്മൾ അവര് നോക്കണത് നമ്മൾ പനി നോക്കല്, പ്രഷർ നോക്കലൊക്കെ നമ്മൾ തന്നെ, ഷുഗറിന്റെ ലെവല് നോക്കലെല്ലാം നമ്മൾ തന്നെ എപ്പോഴും മോശം അങ്ങനെ ഇരിക്കുന്നതായിരുന്നു. നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണം. വീടെല്ലാം നീറ്റാക്കി, അതുപോലെ ഫുഡ് പ്രിപ്പറേഷനും നമ്മൾ ശരീരം നീറ്റാക്കി, വസ്ത്രം എപ്പോഴും വളരെ വൃത്തിയിൽ. പിന്നെ മറ്റുള്ളവരെ ഇങ്ങോട്ട് അതിനും ചിലപ്പോൾ ബന്ധുക്കളിലൊക്കെ പരാതികൾ പലതും ഉണ്ടായി, കാണിച്ചില്ല എന്നും പറഞ്ഞിട്ടുള്ളത്. ഗേറ്റ് ഇവിടെ വന്നതിന് ശേഷം ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് ഉള്ളിരിക്കുന്നതായിരുന്നു. അപ്പൊ നമ്മളെത്ര ശ്രദ്ധിക്കണം അത്രയും പേഷ്യന്റിന് അപ്പോഴത്തെ ഒരു വിഷമേ ഉള്ളൂ മറ്റുള്ളവർക്ക്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പോലെ ഇരിക്കും. കുറെ മരുന്ന് കൊടുക്കണമെന്ന്, ഫുഡ് കൃത്യത്തിന് ഡോക്ടർ പറഞ്ഞ ഡയറ്റും എല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് കുറെ നമ്മൾ ബുദ്ധിമുട്ടി. ശരിക്കും എന്നെ ഈവൻ കുളിപ്പിക്കല് എല്ലാം കാരണം വേറൊരാളെ തൊട്ടാ എന്തെങ്കിലും ഇൻഫെക്ഷൻ അടിക്കുക. അപ്പൊ അതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട്. പിന്നെ അതിൽ എല്ലായിടത്തും ട്യൂബ്, യൂറിൻ ട്യൂബ്, പിന്നെ ഇവിടെ 2 സൈഡിലായിട്ട് 2 ബാഗ് കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിലൊക്കെ ഒരു ട്യൂബൊക്കെ ഒന്നുണ്ടായിരുന്നു. അത് കുറെ ദിവസം ചെല്ലുന്തോറും ഓരോന്നോരോന്ന് ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. കൃഷി കുറച്ച് ഏലമുണ്ട്, ഹൈ റേഞ്ച് അല്ലേ, കുറച്ച് ഏലമുണ്ട്, കുറച്ച് കുരുമുളകുണ്ട്, പിന്നെ അത്യാവശ്യം സ്പൈസസുകളെല്ലാം ചെറിയ ചെറിയ രീതിയിലുണ്ട്. ഒത്തിരി വലിയ സംവിധാനങ്ങളുണ്ട്, കുറച്ച് സ്ഥലം മാത്രമാണ്, 1 ഏക്കർ സംവിധാനമാണ് ഉള്ളത്. ഞങ്ങൾ ലീസിനെടുത്ത് കുറച്ച് സ്ഥലത്തോടെ കൃഷിപ്പണികൾ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രധാനമായിട്ടും കൃഷിയുണ്ട്. അതോടൊപ്പം തന്നെ ടൗണിൽ ചെറുതാണെങ്കിൽ ഒരു സ്ഥാപനം നമുക്കുണ്ട്, ഒരു സർവീസ് സെന്റർ ഉണ്ട്. അപ്പം ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ മറ്റേ ഓൺലൈനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. കൃഷി ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു രീതി കുരുമുളക് ഏലവുമാണ്. ഏലമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഏലത്തിന്റെ പണികളും കുരുമുളകിന്റെ എല്ലാ പണികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 22 ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യണം, അടക്കമുള്ള കാര്യങ്ങളൊക്കെ. അത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഏലത്തിന് ക്രോപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനൊക്കെ എതിരാണെങ്കിൽ പോലും അതില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജൈവ കൃഷിയിലൂടെ ഏലം മുന്നോട്ട് കൊണ്ടുവരുന്നത് കഴിയും. കുറേയേറെ പ്രദേശമാണെങ്കിൽ കുഴപ്പമില്ല. ചുറ്റുപാടുള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ കീടങ്ങൾ മുഴുവൻ കൂടി നമ്മളെ വരും. അതുകൊണ്ട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ 22 ദിവസം കൂടുമ്പോഴത്തേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെയുള്ള പണികൾ നന്നായിട്ട് പണികൾ എല്ലാ പണിയും ചെയ്യും. ആട്
ഫാം എന്ന് പറയാൻ പറ്റിയ ചെറുതാണ്, 10-15 ആടുകളൊക്കെയാണ്. അപ്പോൾ രാവിലെ പോയി തന്നെ ഞാൻ വൈഫോടെ പോകും. പുല്ലുണ്ട്, അത് ഞങ്ങളുടെ ദിനചര്യയുടെ രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ പ്രാഥമിക കർത്തവ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പുല്ലിന് ആടിന് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതതിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. പിന്നെ ഞാൻ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ മറ്റു ഭാഗമായിട്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ ഞാൻ 3 മാസക്കാലം തുടർച്ചയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയി വരുമ്പോൾ വളരെ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ വൈഫ് തന്നെ അത് മാനേജ് ചെയ്യും. കട നോക്കുന്ന വൈഫ് തന്നെയാണ്. നമ്മൾ അവിടെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ വല്ല കാലത്തും ഇല്ലെന്ന ആൾ മാത്രമാണ്. അവയവദാനം ചെയ്തോ അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയോ തങ്ങളാലാവുന്ന വിധം അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. പ്രൊഡ്യൂസർ ജീവൻ പങ്കിട്ടവർ, ഡിവൈൻ വിഷൻ, ചാലക്കുടി, തൃശൂർ.